കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി സൈക്കോളജിയിൽ ഒരു ബ്യൂട്ടിഫുൾ എക്സ്പെരിമെൻ്റ് നടന്നിട്ടുണ്ട്. ആ എക്സ്പെരിമെൻ്റ് എങ്ങനെയായിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ച് ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് രണ്ട് ഗ്രൂപ്പാക്കിയിട്ട് ആദ്യത്തെ ഗ്രൂപ്പിൻ്റെ അടുത്ത് ഗ്രൂപ്പ് എ എടുത്ത് നിങ്ങളുടെ പാർട്ട്ണർ ചതിച്ചു, ചീറ്റ് ചെയ്തു എന്നുള്ളത് വിചാരിക്കാൻ വേണ്ടി പറഞ്ഞു. രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ അടുത്ത് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പാർട്ട്ണർ ചതിച്ചു എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ പറഞ്ഞു. എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു സർവേ പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ആ ക്വസ്റ്റ്യൻസ് എന്തായിരുന്നുണ്ടെങ്കിൽ ഒരാളുടെ വിസ്ഡം സ്കോർ അളക്കാൻ പറ്റുന്ന പോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആ സർവേ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ്. അതിന് റിസൾട്ട് എന്തായിരുന്നു എന്നുണ്ടെങ്കിൽ വിസ്ഡം സ്കോർ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഗ്രൂപ്പ് ബിക്ക് ആയിരുന്നു. ഗ്രൂപ്പ് എ എന്ന് പറയുന്നത് എൻ്റെ പാർട്ട്ണർ ചതിച്ചു എന്ന് പറയുമ്പോൾ നമ്മളുടെ ചോദ്യത്തിനുള്ള ആൻസർ എല്ലാം അവിടെ ഡിഫറെൻ്റ് ആയിരിക്കും, അവിടെ ഇമോഷൻസ് ഇൻവോൾവ് ആണ്. പക്ഷേ ഗ്രൂപ്പ് ബിയുടെ അടുത്ത് അയാളുടെ പ്രശ്നമല്ല അത്, അയാളുടെ ഫ്രണ്ടിനെ പാർട്ട്ണർ ചതിച്ചിരിക്കുകയാണ്. അപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും വിസ്ഡം സ്കോർ ഹൈ ഉള്ളതായിരുന്നു. ഇതുപോലെയാണ് നമ്മളും നമ്മളുടെ ലൈഫിൽ മനസ്സിലാക്കേണ്ടത്. നമുക്കൊരു പ്രോബ്ലം വരുന്ന സമയത്ത് ആ പ്രോബ്ലത്തിനെ വേറെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കാൻ പറ്റിയാൽ, കുറച്ചുകൂടെ വിസ്ഡമത്തോടു കൂടി ചിന്തിക്കാൻ പറ്റിയാൽ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും.